അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് കുവൈറ്റിനും ബഹ്റിനും നേർക്ക് വൻ പ്രത്യാക്രമണം നടത്തി ഇറാൻ. കുവൈത്ത് വിമാനത്താവളത്തിന് നേർക്ക് നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 13 മിസൈലുകളും 17 ഡ്രോണുകളുമാണ് ഇറാൻ കുവൈറ്റിന് നേർക്ക് അയച്ചത്. ഇറാന്റെ നയതന്ത്ര മേധാവിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ച് കുവൈത്ത് 2 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തു. ചർച്ച തുടരുന്നതായും ഇറാൻ നേതാവിനെ കാണാൻ ശ്രമിക്കുന്നതായും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെ സമ്പൂർണ്ണ യുദ്ധത്തിന് അമേരിക്കയും ഇസ്രായേലും സജ്ജമെന്ന നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ലബനാനിൽ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേൽ സൈനിക മേധാവിയും വ്യക്തമാക്കിയിട്ടുണ്ട്. MC നാസർ ചേർന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നാസർ, അതായത് നോക്കൂ, നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓരോ നിമിഷത്തിലും ഇത്തരത്തിൽ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഇതൊരു അവസാനത്തിലേക്ക് പോകുമെന്ന്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. വീണ്ടും വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു, അതിന് പ്രത്യാക്രമണങ്ങൾ വേറെയും ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ഒരു സമ്പൂർണ്ണ ആക്രമണം ഇറാന് നേരെ നടത്താനും മടിയില്ല എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ഒക്കെ നൽകുന്നത്. ഒരുപക്ഷെ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് കുവൈത്തിന് നേർക്ക് ഇന്ന് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 17 ഡ്രോണുകളും 13 മിസൈലുകളുമാണ് കുവൈത്ത് വിമാനത്താവളം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനിൽ നിന്നും അയച്ചത്. ഇത് സൃഷ്ടിച്ചിരിക്കുന്ന പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ്. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 63 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ പരിക്കേറ്റവരിൽ 8 പേരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആ പരിക്കേറ്റവരിലും ഇന്ത്യക്കാർ വലിയ തോതിൽ തന്നെ ഉൾപ്പെടും എന്ന ഒരു ആശങ്ക കൂടി ലഭ്യമായിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ബഹ്റൈന് നേർക്കും വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. ബഹ്റൈനിലെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ കേന്ദ്രത്തിന് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് IRGC സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ തുടക്കം എന്നത് ഇന്ന് വെളുപ്പിന് കിഷം ദ്വീപിന് നേർക്ക് ഇറാനിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ദ്വീപാണ് കിഷം ദ്വീപ്. അവിടേക്ക് US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണങ്ങളോടുകൂടിയാണ് തുടക്കം. അവിടെ റഡാർ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ ടവറുകളും തകർത്തതായിട്ട് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഒരു എണ്ണ കപ്പലിന് നേരെയും ആക്രമണം നടന്നു. ആ കപ്പലിന് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചതായിട്ട് ഇറാൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഏത് സ്വഭാവത്തിലുള്ള ആക്രമണം തങ്ങളുടെ കപ്പലുകൾക്ക് നേർക്ക് ഉണ്ടായാൽ വ്യാപകമായിട്ടും ഉടനടിയിലുമുള്ള പ്രത്യാക്രമണം ഉറപ്പാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പക്ഷേ അതേസമയം ചർച്ചകൾ തുടരുന്നു എന്നാണ് ട്രംപ് ഇന്നും അവകാശപ്പെടുന്നത്. ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല മുജ്തബ ഖാംനെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നുകൂടി ട്രംപ് അറിയിക്കുന്നുണ്ട്. പക്ഷേ ലബനാനിൽ യുദ്ധവിരാമം എന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് ഇസ്രായേൽ സൈനിക മേധാവി അറിയിച്ചിരിക്കുന്നു. ലബനാനിലെ വെടിനിർത്തലിനെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ നിരാകരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ചർച്ച വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഈ ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ ലബനാനിൽ യുദ്ധം അവസാനിപ്പിക്കുകയും ഈ മേഖലയിൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങൾ നിർത്തിവെക്കുകയും വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോടുള്ള ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി തുടർ ചർച്ചകളും അതോടൊപ്പം തന്നെ ഒരു വെടിനിർത്തലിന്റെ സാധ്യതയും രൂപപ്പെടുന്നത്. ഭദ്ര. യെസ്, തീർച്ചയായും. എന്തായാലും ഏത് രീതിയിലേക്ക് ഇനി കാര്യങ്ങൾ പോകും എന്നത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. കാരണം അത്രമേൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇറാൻ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ഉടനടി നടപടി ഉണ്ടാകും എന്നൊരു രീതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും 2 രാജ്യങ്ങളും അയയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. എങ്ങനെയാകും മുന്നോട്ടുള്ള പോക്ക് എന്നറിയില്ല. അതേസമയം ഈ ലബനാനിൽ ആക്രമണം അത് നിർത്താൻ പോകുന്നില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. MC നാസറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.